Kumar, come here. Yes, sir. Sit down. Close the door, please. How's things? Fine, sir. Give me the explanation. This is the audit report. Why this happened? See, I need your explanation. I'm not responsible for such things. Well, anyhow, you didn't achieve your target. Company is in big loss this year. Tell me what is the reason. As a manager, supposed to be not like this. Where's your target? Where's your aim? Why didn't you take action before happening this? Many times I remind you these things. You never take care of this one. Now I am facing the problem. You can excuse, you can silence, but I can't. Tell me what happened to you. Actually, the market is very competitive, sir. And I was... This is your excuse, not the answer. I want the correct and accurate answer. I am sorry, sir. Marketing manager is not proper and punctual. Marketing manager? What is his job here? He is playing with my company? Call him. Okay, sir. What's your problem? Nothing, sir. You have no answer? Tell me, what's your problem? Sir, I am not feeling well. I have many problems, especially my family problems. Family problem? Company doesn't have any solution for your family problem. Go and take rest. What do you mean, sir? You mean to take leave? അല്ല, എന്തുപറ്റി? എന്താ പ്രശ്നം? Mr. Kumar, dismiss him. Sir, please. Do what I say. Sorry, sir. Thank you. തൃപ്തിയായല്ലോ ഇയാൾക്ക്. എന്നെ കുറിച്ച് ബോസിനുണ്ടായിരുന്ന മതിപ്പ് കൂടി നശിപ്പിച്ചപ്പോൾ തനിക്ക് തൃപ്തിയായി. ഞാൻ നാളെ മുതൽ... നോ. ഓക്കെ, യു ക്യാൻ കളക്ട് ഡിസ്മിസൽ ഓർഡർ ഫ്രം ഹിയർ. നൗ യു ക്യാൻ ഗോ.
എനിക്ക് കുറച്ച് കാശ് വേണം. ആ, നീ പിന്നെയും വന്നോ? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ എന്നെ കാണാൻ വരരുതെന്ന്? നീ സ്വന്തം നിലനിൽപ്പ് സെറ്റപ്പ് ചെയ്യാതെ കളിച്ചു. അതാ എന്നെ കണ്ടില്ലേ, സ്വന്തം നിലനിൽപ്പ് സെറ്റപ്പ് ചെയ്താ കളിക്കുന്നത്. മേലാൽ ഇവിടെ കയറി വരരുത്, എന്നെ കാണുകയും ചെയ്യരുത്. എന്നെ ഇക്കോലത്ത് നശിപ്പിച്ചത് നിങ്ങളൊക്കെ കൂടിയാ. നശിപ്പിക്കാൻ നീ എന്താ ചെറിയ കുട്ടിയാ? ഇറങ്ങി പോടാ. ഞാൻ മഹാ ചെറ്റ, നിനക്കറിയാലോ. ഇറങ്ങി പോടാ. സി മിസ്റ്റർ റൌഫ്, എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. പക്ഷെ എന്ന് വെച്ച് എന്നും കാശ് കടം ചോദിച്ചാലോ? ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. നിങ്ങളൊക്കെ കൂടിയാ എന്നെ ഇക്കോലത്തിലാക്കിയത്. എനിക്കിനി മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. എല്ലാത്തിനും ഞാൻ തട്ടിക്കളയും. ഇവിടെ പാപ്പരായ എല്ലാരെയും സഹായിക്കാൻ നിന്നാ എനിക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ. നോക്ക്, ഇതെന്റെ അവസാനത്തെ വാക്കാ. കാശ് ചോദിച്ച് ഒരിക്കലും ഇനി എന്നെ വിളിക്കരുത്, മനസ്സിലായോ? ആ, ഞാൻ പുറപ്പെടായി. അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നമ്മുടെ ആളുകളൊക്കെ റെഡിയല്ലേ? ആ, ശരി ശരി. ആ, അതെ, അങ്ങനെ ചെയ്യാം. ഞാൻ ആകെ പെട്ടിരിക്കാൻ. എനിക്ക് കുറച്ച് കാശ് വേണം. കാശോ? ഞാനോ കാശില്ലാത്തവൻ? പിന്നെ തനിക്ക് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? എന്റെ പോളിസി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന തീർക്കുക എന്നുള്ളതാ. പിന്നെ കാശുള്ളവരോടൊപ്പം കൂടുക. കാശില്ലാത്ത തന്നെ എനിക്ക് വേണ്ട, തന്നോടൊപ്പം കൂടുന്നുമില്ല. സ്ഥലം വിടാൻ നോക്ക്.